എടാ നാളത്തെ നമ്മുടെ കെമിസ്ട്രി എക്സാമിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ? ഓർബിറ്റൽസ് ആൻഡ് സബ്ഷെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് certain ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഓർബിറ്റലുകളും സബ്ഷെല്ലുകളും ചില ക്വാണ്ടം സംഖ്യകളുമായി ബന്ധപ്പെട്ടിരിക്കും, ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 3p 4s എന്നീ സബ്ഷെല്ലുകളുടെ n+l മൂല്യങ്ങൾ കണ്ടെത്തുക. 3p യും 4s എന്നീ രണ്ട് സബ്ഷെല്ലുകൾ തന്നിട്ട് n+l എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്കാണ് ഏറ്റവും ഊർജം കൂടുതൽ, ആർക്കാണ് എനർജി കൂടുതൽ എന്ന് കണ്ടെത്താനാണ്. സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, n+l ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതിനാണ് ഊർജം കൂടുതൽ? നിങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യാനാണ്? ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഉത്തരം കണ്ടെത്താൻ പറ്റും. 3p എന്ന് പറഞ്ഞാൽ n+l കണ്ടെത്താൻ പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. p യുടെ l വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇവന്റേത് 4 എന്ന് കിട്ടും, n+l എന്ന് പറഞ്ഞാൽ. സോ 4s കണ്ടെത്തി കഴിഞ്ഞാലും ഉത്തരം 4 + 0 = 4 എന്നാണ് കിട്ടുക. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, 3p യുടെയും വാല്യൂ 4 ആണ്, 4s n+l വാല്യൂ 4 ആണ്. സോ രണ്ട് വാല്യൂസ് സെയിം ആയി കഴിഞ്ഞാൽ ഇതിൽ ആർക്കാ എനർജി കൂടുതൽ, ഊർജം കൂടുതൽ എന്ന് ചോദിച്ചാൽ n വാല്യൂ അഥവാ ആർക്കാണോ ഷെൽ നമ്പർ ഈ 3 ആണോ 4 ആണോ ഏറ്റവും വലുത് അവൻക്കായിരിക്കും ഊർജം കൂടുതൽ. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും ഊർജം കൂടുതൽ സർ 4 4 ആയെന്ന് വലുതായത് കൊണ്ട് ഇവിടെ ഏറ്റവും ഊർജം കൂടുതൽ 4s ആയിരിക്കും. സോ സിമ്പിൾ കൺസെപ്റ്റ്. അപ്പൊ n+l വാല്യൂ സെയിം ആയി കഴിഞ്ഞാൽ n വാല്യൂ ആർക്കാണോ കൂടുതൽ അവനക്കായിരിക്കും ഊർജം കൂടുതൽ അഥവാ എനർജി കൂടുതൽ എന്നുള്ള കാര്യം സെറ്റ് ആക്കി വെക്കുക. അപ്പൊ n+l എന്ന് പറഞ്ഞാൽ ഊർജം കാണാനുള്ള ഇക്വേഷൻ ആണെന്ന് ഇവിടെ സെറ്റ് ആക്കി വെച്ചാൽ നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാം.